ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘങ്ങളിൽ ഒന്നിന്റെ തലവനായി കോൺഗ്രസ് MP ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെ നാടകീയ നീക്കങ്ങൾ പുറത്ത്. കോൺഗ്രസ് നൽകിയ പ്രതിനിധി പട്ടികയിൽ ഇല്ലാതിരുന്ന തരൂരിനെ കേന്ദ്ര സർക്കാർ സ്വന്തം നിലയിലാണ് സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. വിഷയത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. കേന്ദ്രത്തിന്റെ നയതന്ത്ര നീക്കത്തോട് സഹകരിക്കുമെന്ന് സംഘാംഗമായ ജോൺ ബ്രിട്ടാസും പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലവും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടവും വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സർവകക്ഷി സംഘത്തിൽ ഉൾപ്പെടുത്തിയ കോൺഗ്രസ് MPമാർ പാർട്ടി നിർദ്ദേശിച്ചവരല്ലെന്ന് വെളിപ്പെടുത്തൽ. കോൺഗ്രസ് നിർദ്ദേശിക്കാതിരുന്ന ശശി തരൂരിനെ പ്രതിനിധി സംഘത്തിന്റെ നേതാവാക്കി വിദേശത്തേക്ക് അയക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. 7 പ്രതിനിധി സംഘങ്ങളാണ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത്. UN രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പങ്കാളി രാജ്യങ്ങൾ ഈ സർവകക്ഷി സംഘങ്ങൾ സന്ദർശിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ മാസം അവസാനത്തോടെയാകും സന്ദർശനം. പ്രതിനിധി സംഘത്തിന് ആളുകളെ നിർദ്ദേശിക്കണമെന്ന് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതുപ്രകാരം കോൺഗ്രസ് നൽകിയത് 4 പേരടങ്ങുന്ന പട്ടികയാണ്. മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ, മുൻ ലോക്സഭാ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ്, MPമാരായ സയ്യിദ് നസീർ ഹുസൈൻ, രാജ ബ്രാർ എന്നിവരെയാണ് കോൺഗ്രസ് പ്രതിനിധി സംഘത്തിലേക്ക് നിർദ്ദേശിച്ചത്. കോൺഗ്രസ് നിർദ്ദേശിച്ച ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നില്ല. ജയറാം രമേശിന്റെ വെളിപ്പെടുത്തലോടെ കേന്ദ്ര സർക്കാരിന്റെ സർവകക്ഷി സംഘത്തിന്റെ പട്ടിക വിവാദത്തിലായി. എന്നാൽ ഇതിൽ വിവാദമുണ്ടാക്കേണ്ടതില്ലെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ളൂവെന്നും പട്ടികയിൽ രാഷ്ട്രീയം കാണുന്നില്ല എന്നുമായിരുന്നു തരൂരിന്റെ മറുപടി. നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് വല്ല പ്രസക്തിയുള്ളൂ. ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസിന് എൻ്റെ കഴിവോ കഴിവില്ലായ്മയെക്കുറിച്ച് അവർ വ്യക്തിപരമുള്ള അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ നിന്നുണ്ടാവാം. അത് അവരോട് ചോദിച്ചാൽ മതി. എനിക്ക് അവർക്ക് അഭിപ്രായം ഉണ്ടാവാൻ പൂർണ്ണ അവകാശമുണ്ട്. പക്ഷെ ഇത് സർക്കാരിൻ്റെ ഒരു ഡെലിഗേഷനാണ്. സർക്കാരാണ് തിരഞ്ഞെടുത്ത ആൾക്കാരെ അയക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ അഭിപ്രായം ഒരു പക്ഷെ വേറെ ആയിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ശശി തരൂരിന് പുറമെ കേരളത്തിൽ നിന്ന് ET മുഹമ്മദ് ബഷീർ, ജോൺ ബ്രിട്ടാസ് എന്നീ MPമാരും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും വിവിധ സംഘങ്ങളിലായുണ്ട്. പാർലമെന്റിന്റെ വിദേശകാര്യ സമിതി ചെയർമാൻ എന്ന നിലയിലാണ് തരൂരിനെ തലവനാക്കിയതെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കൻ മധ്യസ്ഥതയിലും ശേഷം പ്രധാനമന്ത്രി രാജ്യത്തോട് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിച്ചതിലും തരൂർ കേന്ദ്ര സർക്കാരിന് പരസ്യ പിന്തുണ അറിയിച്ചിരുന്നു. ഇതിൽ പാർട്ടി തരൂരിന് താക്കീത് നൽകിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പാർട്ടി നൽകിയ പട്ടിക തഴഞ്ഞ് തരൂരിനെ സംഘത്തലവനാക്കിയതിൽ കോൺഗ്രസിന്റെ അമർഷം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഭരണകാലയളവിൽ വാജ്പേയിയെ സമാന രീതിയിൽ നിയോഗിച്ചിട്ടുണ്ടെന്നായിരുന്നു വിവാദങ്ങളിൽ മന്ത്രി കിരൺ റിജിജുവിന്റെ മറുപടി. ന്യൂസ് മലയാളം, ഡൽഹി.